എന്തൊക്കെയാ ഹെന്നന്റെ പരിപാടി? എനിക്ക് മേക്കപ്പ് മിനിമലായിട്ട് വേണ്ടി, പിന്നെ ഹെയർ ഇങ്ങനെ ലൂസ് ഹെയർ വേണം, അതന്നെ. വേറെ അങ്ങനെ എന്താ ത്രെഡ് ചെയ്യാന്? ത്രെഡ് എനിക്ക് വലിയ താല്പര്യമില്ല. ഓ, എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ചെയ്യാൻ അതൊന്നും വേണ്ട. ഒരിക്കൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെയ്തോണമെന്നൊന്നുമില്ല. നമുക്ക് പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ വളർന്നു വരുന്നുള്ളൂ. അല്ലാണ്ട് അതിൽ കൂടാനും കുറയാനൊന്നും പോണില്ല. ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരു പിന്നെ ചെയ്യേണ്ടി വരുമോ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ത്രെഡ് ചെയ്താലായിരിക്കും വൃത്തി ഉണ്ടാവുക. ആ സ്കാർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സ്കാർ നമുക്ക് കവർ ചെയ്തിട്ട് തന്നെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴേ വൃത്തി ഉണ്ടാവും. അല്ലാതെ ഇതാന്ന് വെച്ചാൽ ഇവിടെ കുറേ ഹെയർസ് ഉണ്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്, അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഞാൻ ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആകെ എക്സ്ട്രാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ അത് എടുത്തപ്പോഴേക്കും ഇയാൾക്ക് കുറച്ചൊരു ഐബ്രോ ഉള്ള ഫീലായി. മറ്റേതെന്താ വെച്ചാൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ ഐബ്രോ കാണൂല. ആകെ ഇവിടെ ആ ഒരു കട്ടിൻ്റെ പ്രശ്നമുള്ളത്, അത് മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും നമുക്ക് തീരെ അറിയാണ്ട് ഇപ്പോൾ വൃത്തിയിൽ നിൽക്കും. പക്ഷെ ത്രെഡ് ചെയ്തിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. സഹിക്കാൻ പറ്റാത്ത പെയിൻ വന്നെയോ? ഇല്ലല്ലോ. ആദ്യമായിട്ട് ത്രെഡ് ചെയ്തു, അതും പരിപാടിൻ്റെ അന്ന്. അപ്പോൾ ഇനി വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ആ പഴയുള്ള പോലെ തന്നെ വളരുള്ളൂ, അതിൽ കൂടാനും കുറയാനും ഒന്നും പോകുന്നില്ല. ഇങ്ങനെ ഐബ്രോസ് ഉള്ള ആൾക്കാർ എപ്പോഴും ത്രെഡ് ചെയ്യുന്നതാണ് കല്യാണത്തിൻ്റെ അന്ന് ഭംഗി. നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഐബ്രോസ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയിൽ അത് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും അല്ലേ മുന്നേ ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ ചെയ്തിട്ട് ത്രെഡ് നോക്കുമ്പോൾ പക്ഷെ സ്കാർ അറിയണില്ല. നേരത്തെ ഇതിലും കൂടുതൽ അറിഞ്ഞിരുന്നു, ഇപ്പോഴാണ് സ്കാർ ഒന്നും ഇതായത്. ആക്ച്വലി ത്രെഡ് ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്താൽ അതാ നല്ലത്. പക്ഷെ അത് കൊളാക്കി ചെയ്താൽ പണി പാളുകയും ചെയ്യും. ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ആപ്പി അടിച്ചത് അങ്ങനെ തന്നെ ഉണങ്ങിയിട്ടാണ്. ഞാൻ മേരി ഷോപ്പിന്റെ ഫൗണ്ടേഷൻ അത് ഇട്ടിട്ട് ഇന്നൊന്നും അനങ്ങിയിട്ടില്ല. മേക്കപ്പ് അനങ്ങുന്നില്ല, പക്ഷെ സ്വെറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. കണ്ണ തുറക്കരുത് കേട്ടോ മോള്. പക്ഷെ രാത്രി ആയത് നല്ലതാ. ശരിക്കും കുറേ ദിവസത്തെ ഫംഗ്ഷൻ ഉള്ളവർക്ക് രാത്രി വെക്കണതാണ് എപ്പോഴും നല്ലത്. കാരണം എന്നാ റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടും. മറ്റേതെന്താ വെച്ചാൽ ഭയങ്കര ടയേർഡായി പോകും നമ്മളിങ്ങനെ എല്ലാ ദിവസവും. അന്ന് രാവിലെ ചുരുങ്ങി വരുന്നത് വീതിയുള്ള ഫേസ് നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐബ്രോയാണ് ഇത്. നമ്മൾ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭംഗിയിൽ അത് ഷെയ്ഡ് ചെയ്ത് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫേസ് കഴിഞ്ഞു കേട്ടോ. ഫേസ് ഓക്കെ അല്ലേ? ഇനി ഹെയറും ഡ്രസ്സ് ചെയ്യലും കൂടെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യാം കേട്ടോ. ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഷോൾ അധികം മുന്നോട്ടേക്ക് ഇടണ്ടല്ലോ, മുടിൻ്റെ ഭംഗിയൊക്കെ കണ്ടോട്ടല്ലേ. നാളെ നമ്മളെ നല്ല ആലിമായിട്ടാണ്. നാളെ ഇന്ന് കാണുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവില്ലേക്കും. ഈ കുട്ടീനെ തന്നെയായിരുന്നു പാട്ട് പാടുന്ന സുന്ദരി നീ വന്നൊരു. ഓക്കെ, അപ്പം നമ്മളെ സുന്ദരി ബ്രൈഡ് റെഡി. അടിപൊളിയായിക്കണേ. ഞാൻ വിചാരിച്ച ലുക്ക് എനിക്ക് കിട്ടിക്കണേ. ഇനി നാളെ വേറൊരു ലുക്ക് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വരുന്നത്. താങ്ക് യു പോപ്പിത്ത. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ഓക്കെ.